ജോൺ ബ്രിട്ടാസ് MP പാർലമെന്റിൽ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ജോൺ ബ്രിട്ടാസ് ഉയർത്തിക്കാട്ടിയ ചില കാര്യങ്ങളും അതിൽ സുരേഷ് ഗോപിയുടെ മറുപടിയും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. സുരേഷ് ഗോപിയെ ബ്രിട്ടാസ് ഷാ വരപ്പിച്ചുവെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. സുരേഷ് ഗോപി നൽകിയ വാഗ്ദാനങ്ങളെ കുറിച്ചും അത് നടപ്പാക്കാതെ പോയതിനെ കുറിച്ചും തുറന്നടിച്ചിരിക്കുകയാണ് ബ്രിട്ടാസ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒട്ടേറെ ടൂറിസം സർക്യൂട്ടുകൾ സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ മാനം സംരക്ഷിക്കാനെങ്കിലും ഒരു സർക്യൂട്ട് ബഡ്ജറ്റിൽ വേണമായിരുന്നുവെന്നാണ് ബ്രിട്ടാസ് പറഞ്ഞത്. പാർലമെന്റിൽ സംസാരിച്ച കാര്യങ്ങൾ ബ്രിട്ടാസ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ഒന്നടങ്കം കേരളത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോഴും കേന്ദ്രമന്ത്രിമാർ സംസ്ഥാനത്തെ അവഹേളിക്കുന്ന കാഴ്ച കണ്ട് ജനങ്ങൾ സ്തംഭരായിരിക്കുകയാണ്. ബഡ്ജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചു. സംസ്ഥാനത്തെ ചേർത്ത് നിർത്തേണ്ട ദുരന്തകാലത്ത് അവഹേളനവുമാണ് അരങ്ങേറുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിനെതിരെ പ്രസ്താവന ഇറക്കിയ ഭൂപേന്ദ്ര യാദവിന് ഉചിതമായ മറുപടി നൽകി ഇന്ന് രാജ്യസഭയിൽ. കേരളത്തിൽ വന്ന് സംസ്ഥാനത്തിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി ട്വീറ്റ് ചെയ്തയാളാണ് ഉപരാഷ്ട്രപതി. അങ്ങയോടുള്ള ആദരവ് കാണിക്കാനെങ്കിലും ഒരു ടൂറിസം സർക്യൂട്ടെങ്കിലും ബജറ്റിൽ കേരളത്തിനു വേണ്ടി പ്രഖ്യാപിക്കുമെന്ന് വിചാരിച്ചു. താങ്കളെ കൂടി അപമാനിക്കുന്നതായി ഇത്തവണത്തെ ബജറ്റ്. രാജ്യസഭാധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരാമർശം നടത്തിയപ്പോൾ സഭ ഒന്നടങ്കം അതിനോട് യോജിച്ചു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒട്ടേറെ ടൂറിസം സർക്യൂട്ടുകൾ സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ മാനം സംരക്ഷിക്കാനെങ്കിലും ഒരു സർക്യൂട്ട് ബഡ്ജറ്റിൽ വേണമായിരുന്നു. സുരേഷ് ഗോപി സഭയിൽ ഉള്ളത് നന്നായി. ഒറ്റ മാസം കൊണ്ട് വെജിറ്റബിൾ താലിയുടെ വിലയിൽ 11% വർധനവാണുണ്ടായത്. നമ്പർ 1, നമ്പർ 2, അതായത് പ്രധാനമന്ത്രിയും അമിത്ഷായും സസ്യാഹാരികളായതുകൊണ്ടാണ് ഞാൻ നോൺ വെജിറ്റേറിയൻ ആയിട്ടും വെജിറ്റബിൾ താലിയുടെ വില പറയുന്നത്. ജനങ്ങൾക്ക് വിലക്കയറ്റം അസഹനീയമാകുന്നതിന് കാരണം എന്താണെന്ന് കേന്ദ്രത്തിന് ഇനിയും മനസ്സിലായിട്ടില്ല. ഒരു വശത്ത് നിത്യോപയോഗങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ മറുവശത്ത് ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറയുന്നു. ഇതാണ് വിലക്കയറ്റം ദുസ്സഹമാക്കുന്നതിന്റെ കാരണം. വ്യവസായികളുടെ നികുതി ഗണ്യമായി കുറച്ചു. സാധാരണക്കാരുടെ നികുതി വർദ്ധിപ്പിച്ചു. ആദായ നികുതി അടയ്ക്കുന്നവർക്ക് 17,000 രൂപ റിബേറ്റ് നൽകിയതാണ് പുതിയ അവകാശവാദം. 2018-19 കോർപ്പറേറ്റ് നികുതി GDPയുടെ 3.4%. ഇത് സ്വാഭാവികമായും 4 അതിലും മുകളിലോ ആയി ഉയരേണ്ടതായിരുന്നു. വൻ വ്യവസായികൾക്ക് ഇളവുകൾ വാരിക്കോരി കൊടുത്തതുകൊണ്ട് 3.1% ഇടിഞ്ഞു ഇത്. ഇതിനു പകരം വിഭവ സമാഹരണത്തിനായി സാധാരണക്കാരെ പിഴിഞ്ഞു. വ്യവസായികളുടെ ലാഭം 4 ഇരട്ടിയായി വർദ്ധിച്ചുവെന്ന് സാമ്പത്തിക സർവേ തന്നെ പറയുമ്പോഴാണ് ഈ കൊടും ക്രൂരത ഉണ്ടായത്. ആദായ നികുതി അടയ്ക്കുന്നവർക്ക് 15,000 മുതൽ 17,500 രൂപ വരെ റിബേറ്റ് നൽകിയെന്നാണ് പുതിയ വാദം. സ്കൂൾ ഫീസും യാത്രാ ചിലവും ഭക്ഷണ ചിലവുമൊക്കെ ഉയർന്നില്ലേ? വിമാനക്കൂലി തന്നെ ഇരട്ടിയായി. ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യാൻ സർക്കാർ നൽകിയ ഇളവിന്റെ ഇരട്ടി ഒറ്റയടിക്ക് പോകും. ഡ്യൂട്ടിയും സർചാർജും വർദ്ധിപ്പിച്ച് സംസ്ഥാനങ്ങൾക്ക് വിഭവം നിഷേധിക്കുക എന്നതാണ് കേന്ദ്ര നയം. കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് ഇപ്പോഴത്തെ ഇഷ്ടപരിപാടി. ഈ പദ്ധതിക്കുള്ള 40% ചിലവ് സംസ്ഥാനങ്ങൾ വഹിക്കണം. എന്നിട്ട് അവയൊക്കെ ബ്രാൻഡ് ചെയ്ത് മോദിയുടെ പടം പ്രദർശിപ്പിക്കണം. ഈ പരിപാടി അവസാനിപ്പിച്ച് സംസ്ഥാനങ്ങൾക്ക് അർഹമായത് നൽകുക. എന്റെ പരാമർശങ്ങളോട് പ്രതികരിക്കാൻ സുരേഷ് ഗോപി എഴുന്നേറ്റ് നിന്നു. ഇത്തവണത്തെ ബജറ്റിൽ ഒന്നും ഉണ്ടാകില്ലായിരിക്കാം, ഇനിയും ബജറ്റുകൾ വരുമല്ലോ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ ഇതിവൃത്തം. കേരളത്തെ അപമാനിച്ചില്ലെന്നും പത്രവാർത്തകളിൽ വന്നത് പറയുക മാത്രമാണ് ചെയ്തതെന്നുമുള്ള മയപ്പെടുത്തിയ പ്രതികരണമായിരുന്നു പരിസ്ഥിതി വനം മന്ത്രി നൽകിയത്. ഏതായാലും ബ്രിട്ടാസിന്റെ ഈ തുറന്നുപറച്ചിൽ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു. സുരേഷ് ഗോപിയെ താഴ്ത്തിക്കെട്ടാനുള്ള ഒരവസരം പോലും പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കേരള MP മാർ പാഴാക്കാറില്ല എന്നും ഇതിലൂടെ മനസ്സിലായി.